നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അന്യായമായി ED അറസ്റ്റ് ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയതിൽ തൊടുപുഴയിൽ ആം ആദ്മി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ശ്രീകോവിലിന്റെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് അറിയിച്ചു. വേനൽ രൂക്ഷമായി കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോരത്ത് കുടിവെള്ളം പാഴാക്കിക്കൊണ്ട് ജലധാരയൊഴുക്കി വാട്ടർ അതോറിറ്റി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം 22, 29 തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. ഒരു തൊഴിൽ എന്നതിലുപരി അധ്യാപനത്തെ നെഞ്ചോട് ചേർത്തും സേവനമനുഷ്ഠിച്ച വിദ്യാലയങ്ങളെ പുതിയ പടവുകളിലെത്തിച്ചും ഒപ്പം കൃഷിയെ സ്നേഹിക്കുന്നതുമായ ഒരു അധ്യാപകനുണ്ട് പീരുമേടിന്. കരടിക്കുഴി കുരിശുമല പുതുവൽ സ്വദേശി C. ആനന്ദ് എന്ന അധ്യാപകനാണ് കഴിഞ്ഞ 24 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ മാതൃകയായി സേവനമനുഷ്ഠിച്ചു വരുന്നത്. വാർത്തകൾ വിശദമായി. അന്യായമായി ED അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയതിൽ തൊടുപുഴയിൽ ആം ആദ്മി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു എട്ടുതൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. അന്യായമായി ED അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയതിൽ തൊടുപുഴയിൽ ആം ആദ്മി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മാത്യു എട്ടുതൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജനത മതഭ്രാന്തന്മാരുടെ കയ്യിൽ ഇങ്ങനെ നമ്മുടെ ജനാധിപത്യം ഇല്ലെന്നാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കേജ്രിവാളിനെ റിലീസ് ചെയ്തതോടെ ഇടക്കാലയൊന്നും കിട്ടിയതോടെ തീർച്ചയായിട്ടും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ രാജ്യത്തുണ്ടാകും. ഇന്ത്യ മുന്നണി വൻപിച്ച മുന്നേറ്റം നടത്തും. 100% ഇന്ത്യ മുന്നണി ഭരണം പിടിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ്, അതിനുള്ള തെളിവാണ്, അതിനുള്ള ഒരു ഇടപെടൽ കൂടിയാണ്. ന്യായവും നീതിയും സത്യവും ഒരിക്കലും മറന്നിരിക്കുകയില്ല എന്നുള്ളതിന് തെളിവാണ് നമ്മളിന്ന് കണ്ടിരിക്കുന്നത്. കേജ്രിവാളിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വന്നു. തീർച്ചയായിട്ടും ഇത് ഇന്ത്യ മുന്നണിയുടെ ഒരു വിജയമാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്, ഇന്ത്യൻ ജനതയുടെ വിജയമാണ്. തൊടുപുഴ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടത്തിൽ നേതൃത്വം നൽകി. നിയോജക മണ്ഡലം ഭാരവാഹികളായ മായ ബാബു, അഭിലാഷ് ബഷീർ, ജാസിൽ കെ ഫിലിപ്പ്, റോബിൻസ് സെബാസ്റ്റ്യൻ, പുന്നൂസ് ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാസങ്ങൾ നീണ്ടുനിന്ന കടുത്ത വരൾച്ചയിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടായത് മുമ്പെങ്ങുമില്ലാത്തത്ര കൃഷിനാശം. 175.54 കോടി രൂപയുടെ നാശനഷ്ടമാണ് ജില്ലയിൽ പ്രാഥമികമായി കണക്കാക്കുന്നത്. കാർഷിക മേഖലയിൽ ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നതായാണ് ശാസ്ത്രജ്ഞരും ഉന്നത കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങിയ പഠന സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇത്തവണ നാടൊട്ടാകെയുണ്ടായ ഉഷ്ണതരംഗം കാർഷിക മേഖലയുടെ അടിവേരെടുത്തുവെന്ന് നിസ്സംശയം പറയാം. ഏലം, കുരുമുളക്, ജാതി, വാഴ തുടങ്ങിയ മിക്ക കൃഷിയിലും വേനൽ നാശം വിതച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ മാത്രം 30,000-ലധികം കർഷകരുടെ 17,500ഓളം ഹെക്ടർ കൃഷിയിടങ്ങളിലായി 175 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. 22,311 കർഷകരാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അത്രയും കർഷകരുടെ ഏലം പൂർണ്ണമായി നശിക്കുകയാണ് ചെയ്തത്. അത് നമുക്കുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 113.54 കോടി രൂപയാണ്. അതായത് ഏലം കൃഷിയുടെ
ആ ഇത്രയും ഏരിയയുടെ ഉൽപ്പാദനം നശിച്ചതുകൊണ്ട് മാത്രമുള്ള നഷ്ടമാണ് ഈ 113 കോടി. അതേപോലെ കുരുമുളക്, വാഴ, ജാതി, പച്ചക്കറി, കൊക്കോ, കോഫി, വാനില, ഷുഗർ, കരിമ്പ്, വിവിധങ്ങളായ പഴവർഗ്ഗങ്ങൾ, റംബുട്ടാൻ ഉൾപ്പെടെയുള്ളത്, കമുക്, തെങ്ങിനെ വളരെ അപൂർവമായിട്ടേ ബാധിച്ചിട്ടുള്ളൂ. തുടങ്ങിയ വിളകളെയും ചെറിയ തോതിലാണെങ്കിലും ചെറുതൊട്ട് പെപ്പറിനെയൊക്കെ, അതായത് കുരുമുളകിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. ജാതിയെ അതേപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ പല തോതിൽ ഈ വിളകളെയെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നത് ആകെ 17,481 ഹെക്ടർ സ്ഥലത്ത് 30,183 കർഷകർക്കായിട്ട് 175.54 കോടി രൂപയുടെ നഷ്ടം, ഒരു ഏകദേശ നഷ്ടമാണ് നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത്. വേനൽ മഴയും വർഷകാലവും എത്തിയാലും പരിഹരിക്കാനാവാത്തത്ര രൂക്ഷ പ്രതിസന്ധിയാണ് കാർഷിക മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഹൈറേഞ്ചിൽ സാധാരണയായി ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 500 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം നമുക്ക് ലഭ്യമായിട്ടുള്ളത് 83 മില്ലിമീറ്റർ മഴ മാത്രമാണ്. ഇതുതന്നെ വരൾച്ചയുടെ ഒരു കാഠിന്യം നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു ആദ്യ ഘടകമാണ്. അതുപോലെ തന്നെ അന്തരീക്ഷ ഊഷ്മാവ് വളരെയധികം കൂടിയിരിക്കുകയാണ്. ഏതാണ്ട് നമ്മളുടെ മണ്ണിലും ഇലയിലും അതുപോലെ അന്തരീക്ഷത്തിലുമൊക്കെ ഊഷ്മാവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ അന്തരീക്ഷ താപനില തന്നെ ഏതാണ്ട് 7 ഡിഗ്രിയോളം ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചതായിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണിലെ ഊഷ്മാവും 5 മുകളിൽ പല മേഖലകളിലും എത്തിക്കഴിഞ്ഞു. 5 മുകളിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം തന്നെ കൃഷിയെ കാര്യമായി ബാധിക്കുന്ന അവസ്ഥയിലാണ്. ഇതെല്ലാം കൂടി ചേർന്ന് കൃഷിക്കാർക്ക് വൻ നാശനഷ്ടമാണ് ഈ സമയത്ത് ഈ സീസണിൽ ഉണ്ടായത്. ഇത് ഏതാണ്ടൊരു 3 വർഷത്തോളമെങ്കിലും ഇത് തുടരും. ഇതിൻ്റെ ഒരു ഉൽപ്പാദന നഷ്ടം കൃഷിക്കാരെ ബാധിക്കും. അതൊന്ന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ തന്നെ കാലതാമസം ഉണ്ടാവും. കാലാവസ്ഥാ മാറ്റം മൂലം വൻ നഷ്ടം സംഭവിച്ചത് ദുരിതത്തിലായ കർഷകർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഏലവും കുരുമുളകും തേയിലയും അതുപോലെ തന്നെ കൊക്കോയും ജാതിയും കാപ്പിയും അടക്കം 10 ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമായി രാജ്യത്ത് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 6,000 കോടി രൂപയാണ്. അങ്ങനെ 6,000 കോടി രൂപ ഏറ്റവും പ്രധാന വിളകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ മറ്റ് ഉപവിളകളിൽ നിന്നായിട്ടും ഏതാണ്ട് അത്രയും തുക ലഭിക്കുന്നുണ്ട്. അപ്പോൾ 12,000 കോടി രൂപ സംസ്ഥാനത്തിനും രാജ്യത്തിനുമായി സംഭാവന ചെയ്യുന്ന ഇടുക്കിയുടെ കാർഷിക മേഖലയാണ് ഇന്ന് വളരെ വലിയ ദൈന്യമായ ഒരവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിഭാസത്തെ സ്വതന്ത്രമായി നേരിടാൻ ഗവൺമെൻറ് അടിയന്തരമായി വരൾച്ച ദുരിതാശ്വാസ നടപടികൾ ഉടനെ സ്വീകരിക്കണം. കർഷകർക്കുണ്ടായത് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ്. അവർക്ക് കേവലം നഷ്ടപരിഹാര തുക എന്നതിലുപരി കാർഷിക വൃത്തി തുടർന്നു കൊണ്ടുപോകാൻ ആവശ്യമായ ദീർഘകാല പദ്ധതികളാണ് ആവശ്യം. സംഭവിച്ച ദുരന്തത്തെ എങ്ങനെ മറികടക്കാനാകുമെന്ന ആലോചനയിലാണ് ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം. എന്തായാലും തുടർ നടപടികൾ വൈകരുതെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച ശ്രീകോവിലിന്റെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് അറിയിച്ചു. മെയ് 12 ഞായറാഴ്ച രാവിലെ 11:43-നും 12:30-നും മധ്യേ പ്രതിഷ്ഠാകർമ്മം നടക്കും. SNDP ഇടുക്കി യൂണിയന് കീഴിലുള്ള SNDP യോഗം 2289 നമ്പർ കീരിത്തോട് ശാഖ ശിവപാർവതി ക്ഷേത്രത്തിൽ തിരുവൈരാണിക്കുളം ക്ഷേത്രം മാതൃകയിൽ നിർമ്മിച്ച ശ്രീകോവിലിന്റെ പ്രതിഷ്ഠാ മഹോത്സവം മെയ് 12 ഞായറാഴ്ച രാവിലെ 11:43-നും 12:03-നും മധ്യയുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ നടക്കും. പ്രതിഷ്ഠാകർമ്മം ക്ഷേത്രം തന്ത്രി ഡോക്ടർ OV ഷിബു ഗുരുപദം നിർവഹിക്കും. ക്ഷേത്ര മേൽശാന്തി തെക്കേടത്ത് ഗോപൻ ശാന്തിയുടെ നേതൃത്വത്തിലുള്ള വൈദിക ശ്രേഷ്ഠന്മാർ കാർമ്മികത്വം വഹിക്കും. 12-ാം തീയതി ഞായറാഴ്ച പുതിയ ശ്രീകോവിലിൽ മഹാദേവനും പാർവതീദേവിയും പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ഒരു ഗ്രാമത്തിലെ ഭക്തസഹസ്രങ്ങളുടെ ആഗ്രഹങ്ങളുടെയും താല്പര്യങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും പൂർത്തീകരണമാണ് നടക്കുന്നത്. വലിയ അധ്വാനത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒരു ഗ്രാമത്തിലെ പരദേവതകളെ പ്രതിഷ്ഠിക്കുവാനുള്ള അത്യധ്വാനം ഈ ഗ്രാമവാസികൾ ചെയ്തു. പ്രത്യേകിച്ചും SNDP യോഗം 2289 നമ്പർ കീരിത്തോട് ശാഖായോഗത്തിൻ്റെ ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും അക്ഷീണമായ ഒരു പരിശ്രമം ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. വൈകുന്നേരം 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ SNDP ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് P. രാജൻ അധ്യക്ഷത വഹിക്കും. യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും.
ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ക്ഷേത്ര സമർപ്പണ കർമ്മം നിർവഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. മുഖ്യപ്രഭാഷണവും OV ഷിബു ഗുരുപദം അനുഗ്രഹ പ്രഭാഷണവും നടത്തും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കടമാനത്ത്, വിനോദ് കദളിക്കാട്ട്, അനു TR, ജ്യോതിഷ് കുടിക്കയത്ത് എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വേനൽ രൂക്ഷമായി കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയെടുത്ത് കുടിവെള്ളം പാഴാക്കിക്കൊണ്ട് ജലധാരയൊരുക്കി വാട്ടർ അതോറിറ്റി. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലെ കേടുപാടുകൾ മൂലം കുടിവെള്ളം പാഴാവുന്നത്. 1986 വരൾച്ചയ്ക്ക് ശേഷം കൊടും വേനലിൽ ജില്ലയിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നത് തുടർക്കഥയാവുന്നത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പഴയ പാലത്തിലൂടെ കടന്നു പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ വണ്ടിപ്പെരിയാർ ടൗണിലേക്കുള്ള പ്രധാന പൈപ്പ് ലൈനിലെ കേടുപാടുകൾ മൂലമാണ് വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴും വാട്ടർ അതോറിറ്റി ജലധാര തീർത്തിരിക്കുന്നത്. ഇത് നയനമനോഹര കാഴ്ചയാണെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ഈ സമീപനം ജനങ്ങളിൽ രോഷഭാവമാണ് ഉളവാക്കുന്നത്. കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി വണ്ടിപ്പെരിയാർ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വേനൽ മഴ ലഭിച്ചുവെങ്കിലും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവാത്ത സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഈ അനാസ്ഥ വ്യാപക പ്രതിഷേധത്തിനാണ് ഇടവരുത്തുന്നത്. വണ്ടിപ്പെരിയാറിന്റെ മിക്ക പ്രദേശങ്ങളിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിച്ച് നൽകുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും 1000 രൂപ നിരക്കിൽ കുടിവെള്ളം വാങ്ങുന്ന അവസ്ഥ നിലനിൽക്കുമ്പോഴും കുടിവെള്ളം പാഴാക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ക്ഷമാപണം അർഹിക്കുന്നതല്ല. പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച പരാതികൾ അധികൃതരെ അറിയിക്കുമ്പോഴും കരാറുകാരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന ആരോപണമാണ് വ്യാപകമായി ഉയരുന്നത്. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന മുന്നറിയിപ്പ് മിക്ക പൊതുജല വിതരണ കേന്ദ്രങ്ങളിലും നൽകുന്ന വാട്ടർ അതോറിറ്റി തന്നെ ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് ഏറെ ആക്ഷേപകരമായാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്. വണ്ടിപ്പെരിയാർ ടൗണിലെ കുടിവെള്ളം പാഴാവുന്ന കാലങ്ങളുടെ പഴക്കമുള്ള ഈ വ്യവസ്ഥിതിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം 22, 29 തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ല. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെയും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം 22, 29 തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർ ബേസിലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചും മറയൂർ, മൂന്നാർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധന മൂന്നാറിൽ വെച്ചും നടത്തും. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എനിക്ക് പറഞ്ഞു. സ്കൂൾ കുട്ടികളുടെ സുരക്ഷ മോട്ടോർ വാഹന വകുപ്പ് അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തി വരാറുണ്ട്. ഈ വർഷത്തെ പരിശോധന അടിമാലിയിലെ വാഹനങ്ങൾക്ക് മാർ ബസേലിയസ് കോളേജിൽ വെച്ച് മെയ് 22-ാം തീയതിയും മൂന്നാർ ഭാഗത്തുള്ള വാഹനങ്ങളിൽ വെച്ച് 29-ാം തീയതി മൂന്നാറിൽ വെച്ചും നടത്തപ്പെടുന്നതാണ്. നമ്മുടെ ദേവികുളം താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളും ഇതിനോടകം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വാഹനം അന്നേ ദിവസം ഹാജരാക്കേണ്ടതാണ്. വാഹനങ്ങൾ ഹാജരാക്കുമ്പോൾ വാഹനത്തിൻ്റെ കാര്യക്ഷമത, ടയറിൻ്റെ കണ്ടീഷൻ, ബ്രേക്ക്, വൈപ്പർ, സീറ്റുകളുടെ കണ്ടീഷൻ, വാഹനങ്ങളുടെ സ്പീഡ് ഗവർണറിൻ്റെ പ്രവർത്തനക്ഷമത, GPS തുടങ്ങിയവയെല്ലാം ഒന്ന് പരിശോധിക്കും. ഈ പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങളെ സർവീസ് നടത്താൻ അനുവദിക്കുന്നതല്ല. അതുമാത്രമല്ല, എല്ലാ സ്കൂളിലും ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരിക്കണമെന്ന് നിബന്ധന ഉണ്ട്. ഈ സേഫ്റ്റി ഓഫീസർ ആയിരിക്കും ആ സ്കൂൾ വാഹനങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദി. കുട്ടികൾ വാഹനത്തിൽ കയറുന്നത് മുതൽ സുരക്ഷിതമായി അവരെ തിരിച്ചിറക്കി വീട്ടിലെത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ സേഫ്റ്റി ഓഫീസർമാരുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകണം. ഒരു വാഹനത്തിൽ ഉണ്ടാകണം. അതുകൂടാതെ പരിചയസമ്പന്നനായ ഡ്രൈവർ ഉണ്ടാകണം. ഈ ഡ്രൈവർ മുൻകാലങ്ങളിൽ മറ്റ് കേസുകളിലൊന്നും പെട്ട ആളുമാകരുത്. ഇത്തരം നിബന്ധനകളെല്ലാം തന്നെ അന്ന് പരിശോധിക്കുന്നതാണ്. കൂടാതെ എല്ലാ വർഷവും നമ്മൾ കൊടുക്കാറുള്ളത് പോലെ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ക്ലാസ്, അതേപോലെ സ്കൂൾ കുട്ടികളുടെ പെരുമാറ്റത്തിനെ കുറിച്ചുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ഒരു ക്ലാസ്സുകളെല്ലാം ഇത് കഴിഞ്ഞ് മറ്റൊരു ദിവസം ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. എല്ലാ സ്കൂളിലെ അധികാരികളും ഈ മെയ് 22-നും അതേപോലെ 29-നും സ്കൂൾ വാഹനങ്ങൾ അയച്ച് പരിശോധിപ്പിക്കേണ്ടത്
അത് നിർബന്ധമാണ്. അതുകൂടാതെ തന്നെ ഈ സേഫ്റ്റി ഓഫീസർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉടൻ തന്നെ ആരംഭിക്കും. 2 വാട്സാപ്പ് നമ്പറുകൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പറുകൾ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പുകളിൽ അതാത് സ്കൂളുകളുടെ സേഫ്റ്റി ഓഫീസർമാർ ചേരേണ്ടതും നിങ്ങൾക്കുള്ള സംശയങ്ങൾ അതുവഴി ഉന്നയിക്കാവുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. 22-ന് അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധനയും 29-ന് മൂന്നാർ മറയൂർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധനയുമാണ് നടത്തുന്നത്. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് യഥാസമയം പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജില്ലയിലെ മറ്റു മേഖലകളിലും സമാന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തും. ന്യൂസ് ബ്യൂറോ, ദേവികുളം. ഒരു തൊഴിലെന്നതിലുപരി അധ്യാപനത്തെ നെഞ്ചോട് ചേർത്തും സേവനമനുഷ്ഠിച്ച വിദ്യാലയങ്ങളെ പുതിയ പടവുകളിലെത്തിച്ചും ഒപ്പം കൃഷിയെ സ്നേഹിക്കുന്നതുമായ ഒരു അധ്യാപകനുണ്ട് പീരുമേടിന്. കരടിക്കുഴി കുരിശുമല പുതുവൽ സ്വദേശി സി ആനന്ദ് എന്ന അധ്യാപകനാണ് കഴിഞ്ഞ 24 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ മാതൃകയായി സേവനമനുഷ്ഠിച്ചു വരുന്നത്. കാണാം ഈ മാതൃകാധ്യാപകന്റെ ജീവിത വിജയങ്ങളും വിശേഷങ്ങളും. VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത് പീരുമേട് കരടിക്കുഴി പുതുവൽ സ്വദേശിയായ സി ആനന്ദ് എന്ന അധ്യാപകൻ. തന്റെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് കുമളി TTCയിൽ നിന്നും പഠിച്ച് 2000-ലാണ് ഇദ്ദേഹം വണ്ടൻമേട് മാലി ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപന വൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് പാമ്പനാർ ഗവൺമെന്റ് UP സ്കൂളിൽ 14 വർഷത്തെ സേവനത്തിനിടെ തന്റെ ശ്രമഫലമായി സ്കൂളിനെ ഹൈസ്കൂളായി ഉയർത്തുന്നതിന് മുൻകൈ എടുത്തു. തന്റെ അധ്യാപന വൃത്തിക്കൊപ്പം കൃഷിയെ സ്നേഹിക്കുന്നതിലും പരിപാലിക്കുന്നതിലും സമയം കണ്ടെത്തുന്നത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. വിവിധ ഇനം പച്ചക്കറികൾക്കൊപ്പം 6 ഇനങ്ങളിൽപ്പെട്ട ചീരകൃഷി ഇദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലെ പച്ചക്കറിത്തോട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഒപ്പം വിവിധ ഇനം ഫലവർഗ്ഗങ്ങളാലും സമൃദ്ധമാണ് ആനന്ദ് സാറിന്റെ പുരയിടം. പച്ചക്കറിത്തോട്ടത്തിന്റെ പരിപാലന ചുമതല സഹധർമ്മിണി റീത്ത ഏറ്റെടുക്കുമ്പോൾ തന്റെ ഏലകൃഷിയെ പരിപാലിക്കുന്നതിന് സമയം കണ്ടെത്തിയ ആനന്ദ് സാർ പരിപാലന രീതിയിലൂടെ ഇത്തവണത്തെ കൊടും വേനലിൽ കരിഞ്ഞുണങ്ങാതെ സംരക്ഷിച്ചുവെന്നാണ് പ്രത്യേകത. അധ്യാപനത്തിനൊപ്പം കൃഷിയെയും സ്നേഹിച്ച് പരിപാലിക്കുന്നതായി ആനന്ദ് സാർ പറയുന്നു. എൻ്റെ പേര് ആനന്ദ്. ഞാൻ GVHSS TTI കുമളിയിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനൊരു 16 കൊല്ലം ഗവൺമെൻറ് UPS ഗവൺമെൻറ് HS പാമ്പനാറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ പിന്നെ ഏലപ്പാറ സ്കൂളിലേക്ക് പോയി, അവിടുന്ന് വണ്ടിപ്പെരിയാർ UPയിൽ പോയി. ഇപ്പം ഞാൻ നിലവിൽ കുമളി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു വളരെ സംതൃപ്തനാണ് എൻ്റെ അധ്യാപന ജീവിതത്തിൽ. കാരണം എനിക്ക് ഒരുപാട് നല്ല പ്രതിഭകളെ വാർത്തെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ടാണ് ഞാൻ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാനത് പറയുന്നത്. അല്ലാത്ത സമയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത് കൃഷിയാണ്. അതിലും പ്രത്യേകിച്ച് ഏലകൃഷിയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ തൊട്ട് എൻ്റെ ഫാദർ ഞങ്ങളെല്ലാവരും കൃഷിയോട് ഭയങ്കര താല്പര്യരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷമാണെന്നെങ്കിലും കൊടും വേനലാണ്. ഈ കൊടും വേനലിലും നല്ല രീതിയിൽ എനിക്ക് കൃഷി പരിപാലിക്കുവാനായിട്ട് സാധിച്ചു. കാരണം ഒരു കുഴൽക്കിണറുണ്ടായിരുന്നു, 1000 അടിയാണ് എൻ്റെ താഴ്ച. എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയായിരുന്നു. അതാണ് എൻ്റെ ഒരു നേട്ടം എന്ന് പറയാനായിട്ട്. ഒരു ചെടിയെപ്പോലും ഞാൻ ഉണങ്ങുവാനായിട്ട് സമ്മതിച്ചിട്ടില്ല ഈ വർഷം. ഞാനൊരു 3.5 ഏക്കർ കാടാണ് എൻ്റെ പപ്പ എനിക്ക്, എൻ്റെ ഗ്രാൻഡ് പാരൻറ്റിൻ്റെ വീതമാണ് എനിക്ക് തന്നത്. അതിൽ ഞാനിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വിളവ് ഞാൻ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ അവധിക്കാലത്തിൽ ഞാൻ ഇതിനകത്തായിട്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഏലപ്പാറ ഗവൺമെന്റ് സ്കൂൾ, വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ സേവനങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുമളി GVHSൽ 3 വർഷമായി സേവനം അനുഷ്ഠിക്കുന്ന ഇദ്ദേഹത്തിന് പലതവണ ഹെഡ് മാസ്റ്ററായി നിയമനം ലഭിച്ചുവെങ്കിലും കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകുന്നതിലാണ് താൻ തൃപ്തനെന്ന് ആനന്ദ് സാർ പറയുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് പ്രൊമോഷൻ സാധ്യത ഒരു 3 പ്രാവശ്യം വന്നതാണ്. അപ്പോൾ എൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് പോകുന്നില്ല എന്ന് വെച്ചു. കാരണം
എനിക്ക് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനോടാണ് താല്പര്യം. അല്ലാതെ എനിക്കൊരു ഹെഡ് മാസ്റ്റർ ആകാനായിട്ട് എനിക്ക് താല്പര്യമില്ല, അർഹതയില്ലാഞ്ഞിട്ടല്ല, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ആർട്ട് വർക്കുകൾ ഞാൻ ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് ട്രെയിനിങ്ങുകളും പങ്കെടുക്കുന്ന ആളാണ്, ഒരുപാട് ആർട്ട് വർക്കിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. എന്നാൽ ചിരട്ടയിൽ സ്പെഷ്യലായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഞാനൊരു RP ആണ്. അപ്പോൾ ചിരട്ടയിലുള്ള കരകൗശല വസ്തുക്കൾ കഴിഞ്ഞ വർഷം നമ്മുടെ പുഷ്പമേളയിൽ നമ്മുടെ GVHSS and TTI കുമളിയിലെ കുട്ടികളുടെ ഒരു സ്റ്റോളും ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ അവർ വിറ്റ് ചിലവഴിക്കുവാനായിട്ട് സാധിച്ചു. ആ പൈസ മൊത്തം ആ കുട്ടികൾക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുകയും ചെയ്തത്. അവർക്കത് പഠനത്തിനായി അതൊരു ഉപയോഗപ്പെടുത്തി. അതുപോലെ തന്നെയാണ് ഈ വർഷത്തെ അധ്യാപന വർഷത്തിൽ, ഈ വരുന്ന വർഷത്തിലെ പാഠപുസ്തകം എനിക്ക് ഏറ്റവും ഞാനൊരു അഭിനന്ദിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു അധ്യയന വർഷം. കാരണം ഞാൻ എഴുതിയ പാഠപുസ്തകം പ്രത്യേകിച്ച് തമിഴിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. 7ാം ക്ലാസ്സിൻ്റെ തമിഴ്, അതുപോലെ തന്നെയാണ് 5ൻ്റെ സയൻസ്, 3ൻ്റെ സയൻസ്, ഇത്രയും പാഠപുസ്തകങ്ങൾ എന്നെക്കൊണ്ട് എഴുതുവാനായിട്ട് സാധിച്ചു. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തി, എന്നെ തിരഞ്ഞെടുത്തു, പരീക്ഷ വച്ചിട്ടാണ് നമുക്ക് പാഠപുസ്തകം എഴുതുവാനായിട്ട്, രചിക്കുവാനുള്ള ഒരു അവസരം നൽകിയത്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ വരുന്ന അധ്യയന വർഷത്തിൽ എൻ്റെ പാഠപുസ്തകം, ഞാൻ എഴുതിയ പാഠങ്ങൾ എൻ്റെ കുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുമ്പം എനിക്ക് അതിയായ സന്തോഷമാണ്. 24 വർഷത്തെ അധ്യാപന വൃത്തിയിൽ കോവിഡ് സമയത്തെ മികച്ച സേവനം, പ്രളയകാല സേവനങ്ങൾ, മികച്ച സയൻസ് RPക്കുള്ള അവാർഡ്, കേരള ഗ്രാഫ്റ്റിന്റെ 2024 അധ്യാപകനുള്ള അവാർഡ് എന്നിവയും ലഭിക്കുകയും ചക്കവള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിനായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാർക്ക് നിർമ്മിച്ച് നൽകിയതിലൂടെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ വണ്ടിപ്പിരാർ ഗവൺമെന്റ് UP സ്കൂളിലെ സേവനകാലത്ത് സ്കൂളിനായി മികച്ച ലാബ് നിർമ്മിച്ചത് സംസ്ഥാനതല മാതൃകാ ലാബായി മാറിയതും ഇദ്ദേഹത്തിന്റെ വലിയ പങ്കിലായിരുന്നു. മാതാവ്, ഭാര്യ റീത്ത, മക്കൾ രേഷ്മ ജോയ്, ധനീഷ് ക്രിസ്റ്റോ എന്നിവരടങ്ങുന്നതാണ് ആനന്ദ് സാറിന്റെ കുടുംബം. അധ്യാപന വൃത്തിയെ ജോലിക്കുപരി തന്റെ പല കഴിവുകളും സമന്വയിപ്പിച്ച് തന്റെ ജീവിത കർമ്മമായി കാണുന്ന ആനന്ദ് സാറിന് അവശേഷിക്കുന്ന സേവന കാലഘട്ടങ്ങളിൽ ഉയർച്ചയുടെ കൂടുതൽ പടവുകൾ കീഴ്പ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. VBC ന്യൂസ്, പീരുമേട്. അടിമാലി ടൗണിൽ നിന്നും ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപടി ആരംഭിച്ചു. നടപടികളുടെ ഭാഗമായി ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. ചില സ്ഥാപനങ്ങൾ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്നും പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പഞ്ചായത്ത് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അടിമാലി ടൗൺ പരിസരത്തെ കൈത്തോടുകളെല്ലാം ചെന്നു ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ്. ഈ കൈത്തോടുകൾ പലതും മാലിന്യം പേറിയാണ് ഒഴുകുന്നത്. അസഹനീയമായ ദുർഗന്ധവും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. ടൗണിലെ പല വ്യാപാരശാലകളിൽ നിന്നും ഈ കൈത്തോടുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത്. ടൗണിലെ ഓടകളിലേക്കും ദേവിയാർ പുഴയിലേക്കും മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുവാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. ചില സ്ഥാപനങ്ങൾ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്നും പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പഞ്ചായത്ത് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഓടകളിലേക്ക് മാലിന്യവും കക്കൂസ് മാലിന്യങ്ങളും മറ്റ് മലിനജലവും തുറന്നുവിടുന്നതായി ദീർഘനാളായി ഉണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ ചാനലുകളിലും പത്രത്തിലുമൊക്കെ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് പഞ്ചായത്ത് നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഹെൽത്ത് ജീവനക്കാർ, പഞ്ചായത്ത് ജീവനക്കാർ എല്ലാവരും ചേർന്ന് സംയുക്തമായി ഏതാനും സ്ഥാപനങ്ങൾ പരിശോധിക്കുകയും എടപ്പാട്ട് ടെക്സ്റ്റൈൽസിനോട് തൊട്ട് സമീപമുള്ള ആപ്പിൾ ബോട്ടിക് ഹോട്ടൽ എന്ന് പറയുന്ന ലോഡ്ജിംഗ് സംവിധാനം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും അവരുടെ കക്കൂസ് മാലിന്യങ്ങൾ ഔട്ട്ലെറ്റുകൾ, പൈപ്പുകൾ വെച്ച ഔട്ട്ലെറ്റുകൾ നേരെ ഓടയിലേക്ക് കൊടുത്തിരിക്കുന്നതായി കണ്ടെത്തുകയും അതിനെതിരെ കർശനമായ നടപടിയെടുക്കുന്നതിന് നിർദ്ദേശം നൽകുകയും അവിടുത്തെ ഒരു ജീവനക്കാരൻ നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിന് അയാൾക്കെതിരെ കേസെടുക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ കോടതിയും സർക്കാരും പറഞ്ഞിരിക്കുന്ന മാതിരിയുള്ള കർശന നടപടികൾ ഇതിന് മുന്നോട്ട് തുടർന്നുണ്ടാകും. സ്ഥാപനങ്ങൾ പൂർത്തിക്കുകയും കേസുകൾ എടുക്കുകയും ചെയ്യുന്ന കർശന നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ്. സംയുക്തമായി പഞ്ചായത്തിൻ്റെ ഭരണസമിതി, എഞ്ചിനീയറിംഗ് വിഭാഗം, ഹെൽത്ത് വിഭാഗം എല്ലാവരും ചേർന്ന് സംയുക്തമായാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കർശനമായ നടപടികൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും. ഇത്തരം കുറ്റകൃത്യങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കർശനമായി അറിയിച്ചു.
മുമ്പ് പഞ്ചായത്തിന്റെ പരിശോധന ശക്തമായതോടെ ഓടകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ വീണ്ടും പരാതികൾ വർദ്ധിച്ചിട്ടുള്ളത്. ടൗണിന്റെ പല ഭാഗങ്ങളിലും ഓടകളിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധമുയരുന്ന സ്ഥിതിയുണ്ട്. മാലിന്യം ദേവിയാർ പുഴയിലൂടെയും ഓടകളിലൂടെയും ഒഴുകുന്നത് പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. അടിമാലി പഴമ്പള്ളിച്ചാൽ മേഖലയിൽ മൊബൈൽ കവറേജിന്റെ അപര്യാപ്തത പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് ആളുകൾക്ക് പരസ്പരം ആശയവിനിമയത്തിന് മതിയായ സൗകര്യമില്ലാത്തത് വെല്ലുവിളിയാകുന്നുണ്ട്. പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള BSNL മൊബൈൽ ടവർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് വേണ്ടവിധം ഇല്ലാത്തതിനെ തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന ദേവികുളം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ഒന്നാണ് പഴമ്പള്ളിച്ചാൽ മേഖല. നിരവധിയായ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചു പോരുന്നു. വിവിധങ്ങളായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ കവറേജിന്റെ മതിയാമിധമുള്ള ലഭ്യതക്കുറവ് പരസ്പരമുള്ള ആശയവിനിമയത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള മൊബൈൽ ടവർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. പഴമ്പള്ളിച്ചാൽ ടവർ നിർമ്മാണം പൂർത്തിയായിട്ടും ഫോൺ നെറ്റ് കവറേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമ ഫലമായിട്ട് പഴമ്പള്ളിച്ചാൽ പ്രദേശത്തിന് ഒരു BSNLന്റെ ടവർ അനുവദിച്ചു. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. അവസാനമായിട്ട് ഇവിടെ ഫൈബർ കേബിള് വലിക്കണമായിരുന്നു. അതിന് റോഡ് സൈഡിൽ വലിക്കണമെങ്കിൽ അതിന് നിയമപരമായ തടസ്സവും താമസവും ഉള്ളതിനാൽ ഇലക്ട്രിക് പോസ്റ്റ് വഴി ഫൈബർ കേബിൾ വലിച്ച് അതും സജ്ജമാക്കി എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് നമുക്ക് ഫോൺ സൗകര്യങ്ങളില്ല. പ്രത്യേകിച്ച് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കാട്ടുമൃഗങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനും, അതുപോലൊരു വാഹനാപകടം ഉണ്ടായാൽ അത് ബന്ധപ്പെട്ട ഒരു ആംബുലൻസ് വിളിക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനും, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനൊന്നും യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. ഫോൺ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായൊരു ഘടകമാണല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യമില്ലാത്ത ഈ നാട്ടിൽ ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമഫലമായി അനുവദിച്ച ഈ ടവർ എത്രയും വേഗം ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഓപ്പൺ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ. മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് പ്രദേശത്തെ ഇന്റർനെറ്റ് ലഭ്യതയുടെ കാര്യത്തിൽ പുറകോട്ടാക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്കും മറ്റും പ്രതിസന്ധിയാകുന്നു. കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് പഴമ്പള്ളിച്ചാൽ. ആവശ്യഘട്ടത്തിൽ ആളുകൾക്ക് പരസ്പരം ആശയവിനിമയത്തിനും ഇപ്പോഴത്തെ സാഹചര്യം വെല്ലുവിളിയാകുന്നുണ്ട്. ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ടാക്സി വാഹനങ്ങൾ വിളിക്കുന്നതിനും മൊബൈൽ കവറേജിന്റെ കുറവ് വിലങ്ങുതടിയാകുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി. 4 പതിറ്റാണ്ടിലേറെക്കാലം പല്ലാരിമംഗലം പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റുമാനായി സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന മുഹമ്മദ് ഷാഫി പൊന്നിരിക്കലിന് അടിവാട് ഹീറോ യങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ നൽകിയ പൗരസ്വീകരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. വർത്തമാന കാലഘട്ടത്തിലേതുപോലെ ആശയവിനിമയ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോസ്റ്റ്മാന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രവാസികളുടെ വീട്ടുകാരും പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങളും ആശംസാ കാർഡുകളും കാത്തിരിക്കുന്നവരും മറ്റിതര ജോലികൾ കാത്തിരിക്കുന്നവർക്കുമെല്ലാം ഷാഫിയുടെ സൈക്കിളിന്റെ മണിയടി ശബ്ദത്തിന് കാതോർത്തിരിക്കുമായിരുന്നു. ഇക്കാലം അത്രയും ലളിതമായ ജീവിതം നയിച്ച് സത്യസന്ധവും ആത്മാർത്ഥവുമായി സേവനം ചെയ്ത് അടിവാട്, മൈലൂർ, പിടവൂർ പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങൾക്കും ഏറെ സുപരിചിതനും പ്രിയപ്പെട്ടവരുമാണ് മുഹമ്മദ് ഷാഫി. 1982 നവംബർ 9 ജോലിയിൽ പ്രവേശിക്കുമ്പോൾ 168 രൂപ മാത്രമായിരുന്നു പ്രതിമാസ ശമ്പളമെന്ന് ഷാഫി ഓർത്തെടുക്കുന്നു. നീണ്ട 41 വർഷത്തെ സേവനത്തിന് ശേഷമാണ് 2024 മെയ് 18 സർവീസിൽ നിന്നും വിരമിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെ കാലം പല്ലാരിമംഗലം പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റുമാനായി സേവനം അനുഷ്ഠിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന മുഹമ്മദ് ഷാഫി പൊന്നിരിക്കലിന് അടിവാട് ഹീറോ യങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. അടിവാട് ടൗണിൽ സംഘടിപ്പിച്ച സ്വീകരണത്തിൽ ക്ലബ് വൈസ് പ്രസിഡന്റ് CA നിഷാദ് അധ്യക്ഷത വഹിച്ചു. ഹീറോ യങ്സ് ക്ലബ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി, അടിവാട് പ്രവാസി കൂട്ടായ്മ, മൈലൂർ ടീം ചാരിറ്റി, നിസമോൾ ഇസ്മായിൽ, റഫീഖ് കൊടുത്താപ്പള്ളി തുടങ്ങി നിരവധി സംഘടനകളും വ്യക്തികളും ചടങ്ങിൽ ആദരവ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, പോത്താനിക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് KJ ബോബൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM അബ്ബാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷംജൽ എന്നിവർ പ്രസംഗിച്ചു. ക്ലബ് സെക്രട്ടറി മുഹമ്മദ് മൻസൂർ സ്വാഗതവും ട്രഷറർ റമീസ് ബഷീർ നന്ദിയും പറഞ്ഞു. ചാരിറ്റി ഹാൻഡ് ഓർഗനൈസർ ഷൗക്കത്തലി MP, രക്ഷാധികാരികളായ KK അഷറഫ്, KK അബ്ദുൾ റഹ്മാൻ, ചീഫ് കോർഡിനേറ്റർ UH മുഹീദ്ദീൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.
തൈക്കോണ്ടോ കേരള സ്പാർട്ടൻസ് മാർഷൽ ആർട്സ് അക്കാദമി ഇടുക്കിയുടെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ്സ് തൈക്കോണ്ടോ ഇൻസ്ട്രക്ടർ കോഴ്സും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം തുടങ്ങി വിവിധ ജില്ലകളിലെ 60ഓളം തൈക്കോണ്ടോ ഇൻസ്ട്രക്ടേഴ്സാണ് 3 ദിവസത്തെ കോഴ്സിൽ പങ്കെടുത്തത്. തായ്ക്കോണ്ടോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള തായ്ക്കോണ്ടോ കേരളയുടെയും വണ്ണപ്പുറം സ്പാർട്ടൻസ് മാർഷൽ ആർട്സ് അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ കേരള തായ്ക്കോണ്ടോ ഇൻസ്ട്രക്ടർ കോഴ്സും സർട്ടിഫിക്കറ്റ് വിതരണവും വണ്ണപ്പുറം നമ്പ്യാപറമ്പിൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. സമാപന യോഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഗബ്രിയൽ വി ഉദ്ഘാടനം ചെയ്തു. ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാനുള്ള ഒരു കോഴ്സാണ് ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ്. അപ്പോൾ ആ കോഴ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ കോഴ്സിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഒത്തിരി പേര് ഇപ്പോൾ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ ആർക്കും തന്നെ നിങ്ങളെപ്പോലെ ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇന്നിവിടെ പങ്കെടുക്കുന്ന ആളുകളെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭാഗ്യമുള്ളവരാണ്. കാരണം നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ തന്നെ സ്വന്തമായി പരിശീലനം നടത്തുവാനുള്ള ഒരു പരിശീലന കളരിയാണ് ഇവിടെ ഇപ്പൊ കഴിയാൻ പോകുന്നത്. പക്ഷെ ഇത് പൂർണ്ണമാണെന്ന് പറയാൻ കഴിയില്ല. 1, 2, 3 ദിവസം കൊണ്ടൊന്നും ഇത് പൂർത്തീകരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അയോധന കലയല്ല തൈക്കോണ്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിത് സിദ്ധിച്ചെടുക്കാൻ കഴിയൂ. ഇപ്പൊ ഇന്നിവിടെ നിന്ന് പോയി കിട്ടുമുണ്ടായിരുന്ന പറ്റില്ല. തുടർച്ചയായി ഇത് ഇവിടെ നമ്മൾ ആർജിച്ച ആ പരിശീലനം തുടർന്നു കൊണ്ടുപോയി മാത്രമേ നമുക്ക് നമ്മുടെ മേഖലയിൽ പ്രാവീണ്യമുള്ള ആ താരങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ സോൺ ചെയർമാൻ റാണ ജിമ്മി ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിരുന്നു. തായ്ക്കോണ്ടോ സംസ്ഥാന സെക്രട്ടറി മധുസൂദനൻ, സംസ്ഥാന ട്രഷറർ സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നായി 60ഓളം തായ്ക്കോണ്ടോ ഇൻസ്ട്രക്ടർമാർ കോഴ്സിൽ പങ്കെടുത്തു. കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വിശിഷ്ട അതിഥികൾ ചേർന്ന് നിർവഹിച്ചു. പാലക്കാട്. ന്യൂമാൻ കോളേജിൽ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാം സെമിനാർ മെയ് 13 നടത്തും. 2024 അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 4 വർഷത്തെ ഡിഗ്രി പഠനം നിലവിൽ വരികയാണ്. ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾ ദൂരീകരിക്കാൻ തൊടുപുഴ ന്യൂമാൻ കോളേജും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും സംയുക്തമായി സെമിനാർ സംഘടിപ്പിക്കുന്നു. കോഴ്സുകൾക്ക് എങ്ങനെ അപേക്ഷിക്കണം, മേജർ മൈനർ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, 2.5 വർഷത്തിൽ എങ്ങനെ ഡിഗ്രി കരസ്ഥമാക്കാം, തൊഴിലധിഷ്ഠിതമായി എങ്ങനെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം എന്നിവയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തതാണ്. മെയ് മാസം 13-ാം തീയതി 10 മണിക്കാണ് സെമിനാർ നടക്കുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി തൊടുപുഴ ന്യൂമാൻ കോളേജിലെ യോഗ സെന്ററിൽ 15 ദിവസത്തെ സൗജന്യ യോഗ പരിശീലനം നൽകുന്നു. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കാനും യോഗ ഉപകരിക്കുമെന്ന് യോഗ പരിശീലകൻ യോഗാചാര്യ പോൾ മടത്തിക്കണ്ടം അറിയിച്ചു. രാവിലെയും വൈകുന്നേരവും 5:30 മുതൽ 6:45 വരെ 2 ബാച്ചുകൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ 9400877725 എന്ന നമ്പറിൽ ലഭ്യമാണ്. അടുത്ത ബാച്ച് മെയ് 13 ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്യായമായി ED അറസ്റ്റ് ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയതിൽ തൊടുപുഴയിൽ ആം ആദ്മി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ശ്രീകോവിലിന്റെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് അറിയിച്ചു. വേനൽ രൂക്ഷമായി കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴും
കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോരത്ത് കുടിവെള്ളം പാഴാക്കിക്കൊണ്ട് ജലധാരയൊഴുക്കി വാട്ടർ അതോറിറ്റി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം 22, 29 തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. ഒരു തൊഴിൽ എന്നതിലുപരി അധ്യാപനത്തെ നെഞ്ചോട് ചേർത്തും സേവനമനുഷ്ഠിച്ച വിദ്യാലയങ്ങളെ പുതിയ പടവുകളിലെത്തിച്ചും ഒപ്പം കൃഷിയെ സ്നേഹിക്കുന്നതുമായ ഒരു അധ്യാപകനുണ്ട് പീരുമേടിന്. കരടിക്കുഴി കുരിശുമല പുതുവൽ സ്വദേശി സി ആനന്ദ് എന്ന അധ്യാപകനാണ് കഴിഞ്ഞ 24 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ മാതൃകയായി സേവനമനുഷ്ഠിച്ചു വരുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.